ഇന്നത്തെ പരിസ്ഥിതി സൗഹൃദ നഗര നിർമ്മാണ രംഗത്തെ ഏറെ ശ്രദ്ധ നേടുന്ന പദ്ധതിയാണ് സ്പോഞ്ച് പദ്ധതി. നഗരത്തിനുള്ളിൽ ഹരിതയിടങ്ങളും ആഴം കുറഞ്ഞ ബേസിനുകളും സൃഷ്ടിച്ച് നടപ്പിലാക്കിയ ഈ പദ്ധതിയിലൂടെ പ്രളയസമാനമായ മഴയിൽ പെയ്തിറങ്ങിയ ജലം ആഗിരണം ചെയ്യാൻ ഈ സ്പോഞ്ച് നഗരത്തിന് സാധിക്കും. കഴിഞ്ഞില്ല. ഇങ്ങനെ സംരക്ഷിക്കുന്ന ജലം ഇത് വരും വർഷത്തിൽ 1,00,000 വീടുകൾക്കുള്ള ശുദ്ധജല സ്രോതസ്സു കൂടിയാണെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. കൂടുതൽ ഹരിതയിടങ്ങൾ, പൂന്തോട്ടങ്ങൾ, പാർക്കുകൾ, തണ്ണീർത്തടങ്ങൾ, ചെറിയ കാടുകൾ തുടങ്ങിയവ സ്ഥാപിച്ച് പ്രളയം ചെറുക്കാനുള്ള നഗരങ്ങളുടെ ശേഷി കൂട്ടുക എന്നതാണ് സ്പോഞ്ച് നഗരങ്ങൾ എന്ന ആശയത്തിൽ പ്രധാനം. നഗരത്തിലെ സൈഡ് വാക്കുകൾ, നടപ്പാതകൾ തുടങ്ങിയവ കോൺക്രീറ്റ് അല്ലാതെ ജല ആഗിരണ ശേഷിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുക എന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. പ്രകൃതിദത്ത വസ്തുക്കളായ കളിമണ്ണ് പോലെയുള്ളവയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഓവുചാൽ സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കാതെ ജലനിർമ്മാർജ്ജനം സാധ്യമാക്കുക, അതുവഴി പ്രളയം ഒഴിവാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2000-ൽ ചൈനയിലാണ് സ്പോഞ്ച് സിറ്റി എന്ന ആശയം ആദ്യമായി ഉണ്ടായത്. 2014-ൽ ഇതിന് ചൈനീസ് സർക്കാരിന്റെ അനുമതി ലഭിച്ചു. ചൈനയിലെ ഹാർബനുള്ളിലെ 34 ഹെക്ടർ വിസ്തൃതിയിലുള്ള അർബൻ സ്റ്റോം വാട്ടർ പാർക്ക് ഒരു പരിപൂർണ സ്പോഞ്ച് നഗരത്തിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. ലോസ് ഏഞ്ചൽസ് കൂടാതെ ഡെൻമാർക്കിന്റെ തലസ്ഥാന നഗരവും മറ്റൊരു നല്ലൊരു ഉദാഹരണം കൂടിയാണ്. 2011-ലുണ്ടായ ഒരു പ്രളയത്തിനു ശേഷമാണ് നഗരസഭാ അധികൃതർ ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.